ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കൂളിൽ വന്ന് നിൽക്കാണ്ട് ആകെ നനഞ്ഞെന്ന് പറഞ്ഞാൽ പെരും മഴ ഇട്ടോ ഒന്ന് പോകുന്ന സമയത്ത് എന്താ പറയുക ഫുള്ള് നനഞ്ഞൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു പണിക്ക് നിൽക്കണില്ല, ആദ്യം നേരെ കുളിമുറിയൊക്കെ വിടണം. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് നമ്മളെ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ നനഞ്ഞിരിക്കണം എന്താ. അപ്പോൾ ആ പണികൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള പണി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളെ ഈവനിങ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പോകുന്നപ്പോൾ ഞാൻ ഒറ്റക്കായിട്ടുള്ളത്. നമുക്കൊരു വിധത്തിലും വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഭയങ്കരമായ കേട്ടോ. പിന്നെ പോരാത്തതിന് നമുക്ക് മിനുവിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ അതും മേടിച്ചു. പിന്നെ ഓള് ഇന്ന് അതൊരു കയ്യിലുണ്ട്. പിന്നെ മിനുവിൻ്റെ ഒരു യൂണിഫോമിൻ്റെ ഒരു പീസ് പകുതി വഴിയെത്തിയപ്പോൾ കിട്ടിയിട്ട് അതൊരു കയ്യിലുണ്ട്. രണ്ട് കയ്യിലും തോളിലും ബാഗ്, ഒരു കയ്യിൽ കൊട, ഒരു കയ്യിൽ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളും ഉള്ള യൂണിഫോമും. ഇതിങ്ങനെ പിടിച്ചങ്ങാണ്ട് ബാഗ് ഒരു സൈഡ് കിട്ടുങ്ങാണ്ടൊക്കെ ഞാൻ പോരുന്നത്. അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഫോണൊക്കെ നമ്മൾ എന്താക്കിയെന്നറിയോ, പോരുമ്പോൾ തന്നെ കുറച്ച് മഴ തുടങ്ങിയിട്ട് ബാഗിൽ കിട്ടും കേട്ടോ. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മിന്നോസിന് എക്സാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഓള് ഇന്ന് നേരത്തെ പോന്നിട്ടുണ്ട്, ഉച്ചപ്പോൾ പോന്നിട്ടുണ്ട്. അപ്പോൾ പോന്നിട്ടുണ്ട് പറഞ്ഞാൽ ആളെ കാര്യം കുറച്ച് ദിവസമായിട്ട് 2 ദിവസം ഇനി നല്ല കഷ്ടത്തിലാവും കേട്ടോ. പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓള് സംസാരിക്കുമ്പോൾ. ആ പല്ലിന് ക്ലിപ്പ് ഇട്ടത് ഞാൻ ഈ മാസം പോയിട്ട്, അപ്പോൾ 2-3 മാസമായിട്ടോ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട്. അപ്പോൾ ഇങ്ങനെ ഓളിങ്ങനെ പറയും പോകാനായി. പക്ഷെ അന്നൊക്കെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ക്ലാസ് മിസ്സാക്കിയിട്ട് പോകേണ്ട എഴുതിയിട്ട് നമ്മൾ മിസ്സാക്കലില്ല. അപ്പോൾ ഇന്നലെ അതുപോലെ ഉച്ച വരെയുള്ളൂ ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോവാം, ഡോക്ടർ ഉണ്ട്, ഏതായാലും നമുക്ക് വിളിക്കാൻ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് പോയിട്ടോ. ഞങ്ങൾ പോയത് ഇന്നത്തെ ഓളെ കഷ്ടകാലത്തിനാണ്ടോ. ഇന്നലെ രാത്രി മുതൽ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങിയിട്ട് തന്നെയല്ല കേട്ടോ. നമ്മൾ പല്ലിന് എന്തെങ്കിലും ഒരവസ്ഥ വന്നുള്ള ഇതെല്ലാവർക്കും അറിയാമല്ലോ, അതേപോലെ ഉണ്ടോ. അത് പിരാത് പിടിക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് വലിച്ചെറിയെന്നൊക്കെ പറയുന്നുണ്ട് ആളിന്നലെ. പക്ഷെ ഇന്ന് നേരം വെളുത്തേക്കാണ്. ഇന്നലെ പിന്നെ ഫുഡൊന്ന് കഴിച്ചിട്ടോ. അതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ ആയപ്പോഴത്തേക്ക് ഒന്നും കഴിക്കാൻ വയ്യായിട്ടോ. പിന്നെ ഞാൻ രാവിലത്തെ വ്ലോഗൊന്നും എടുക്കാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അതൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ ബന്ന് ഇപ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബന്ന് കഴിച്ചു. ആ ബന്നും ചായയും ഒക്കെ കുടിച്ചിട്ടാട്ടോ ആൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അപ്പം ചൂടണം ഒക്കെ ചോദിച്ചിട്ട് അതൊന്നും മടൊന്നും തിന്നാൻ കഴിയില്ല. പിന്നെ പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റുന്നതാണ് ഓളെ ഫേവറേറ്റ് ആയിട്ടുള്ള വാലവാടിപ്പൊടി. അത് വിരകി തരണം ചോദിച്ചപ്പോഴും കൂടെ പറഞ്ഞാൽ അത് ചൂടല്ലേ കടമാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആൾ ഉച്ചക്ക് വന്നുകൊണ്ട് താഴ്ത്തുന്ന ചോറൊക്കെ കഴിച്ചിരിക്കണതാണ് കേട്ടോ. അപ്പം ഞാൻ വൈകുന്നേരത്തെ കോക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പാൽ അടിച്ചിട്ടുണ്ട്, പഴം മേടിച്ചിട്ടുണ്ട്, പിന്നെ കോൺഫ്ലെക്സ് നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പഴവും ഒക്കെ ആയിട്ട് ബ്രെഡും മേടിച്ചിട്ടുണ്ട്. എന്താ വേണ്ട വെച്ചാൽ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ടോ. അപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു ചോറ് തീമട്ടേ. 3 നേരം ഇങ്ങനെ തീറ്റ കുറച്ചാലും ശരിയല്ലല്ലോ. ഉച്ചയ്ക്ക് ഒരിക്കലും പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാൻഡ്വിച്ച് എന്തെങ്കിലും ഇല്ലാത്ത സംഭവം വാങ്ങിച്ച് കഴിച്ചോന്ന് പറഞ്ഞിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ വാങ്ങിച്ച് കഴിച്ചതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഞാനതിന് ഉള്ളിൽ തന്നെയാണ് ഫുഡ് കയറിയിട്ടില്ല. അപ്പോൾ അതെന്താ കഴിച്ചെന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് ചോറ് ചോദിച്ചപ്പോൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈകുന്നേരത്തേക്ക് നമുക്ക് ചോറ് വെക്കുകയല്ലേ, അതൊന്ന് പാലും കോൺഫ്ലെക്സും അങ്ങനെയുള്ള സംഭവങ്ങളും മതിയോ, പഴമൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അത് മതിയോ ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല ചോറ് വെച്ചോ എന്നാണ് കേട്ടോ. കഴിക്കോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് ഫ്രഷായി വരട്ടോ. അവളെ അവസ്ഥ ഇപ്പോൾ അതൊക്കെ തന്നെ കേട്ടോ. പല്ലിനി ബാൻഡ് ഇട്ടതുകൊണ്ട് 2 സൈഡും ഇറുകി നിൽക്കുന്ന ആ ഒരു സംഭവമാണ്. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. പിന്നെ അതിൻ്റെ പുറത്ത് നല്ല ഉറക്കഴിച്ചതുകൊണ്ട് തലവേദന എനിക്ക്. അതിനകത്ത് എക്സാമൊക്കെ ഒരു വക അയക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. കടന്നിട്ടും കാലി കഴിപ്പിച്ചിട്ടും ഇങ്ങനെയൊക്കെ എഴുതി തീർത്തിക്കാന്നൊക്കെയാണ് പറഞ്ഞത് എന്നോട്. എന്തായാലും ഞാനേ ഒന്ന് ഫ്രഷായിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് കാണാം. അതാ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടോ. അപ്പോൾ ഇതാ ചിക്കനും കുമ്പളങ്ങ കറിയാണ് കേട്ടോ ഉള്ളത്. അതിനതാ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ കേട്ടോ. അവിടെ പാത്രങ്ങളൊക്കെ കഴുകിച്ചു, ചിക്കൻ അവിടെ ചൂടാക്കി വെച്ച്. പിന്നെ അതാ പാൽ കേട്ടോ. ഇത് നാളെ രാവിലത്തേക്കുള്ള ഓക്കുള്ള പാൽ കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്താക്കിയിരിക്കണം, ഒന്ന് തിളപ്പിച്ച് വെക്കാനായിട്ട് ഇതാക്കിയിരിക്കണം. ഇങ്ങനെ ഞാനിങ്ങനെ തിളപ്പിച്ചിട്ട് വെക്കലാണ് കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ളത്. അപ്പോൾ
പ്രശ്നമോ ഒന്നുമില്ലാതെ നമുക്ക് പാല് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ചൂടാറിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പാത്രം മാറ്റൊന്നുമില്ല, ഇത് തന്നെയാണ് കേട്ടോ വെക്കുക. അടച്ച് വെക്കും. തിളച്ച് കഴിഞ്ഞേക്ക് ഞാൻ അങ്ങനെ മൂടി വെക്കലാണ് കേട്ടോ. പിന്നെ അത് അങ്ങനെ ചൂടാറിക്കോളും. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിലത്തെ പണികളൊക്കെ തീർന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് അടുപ്പ് ഈ ഗ്യാസ് അടുപ്പ് മൊത്തമായിട്ടൊന്ന് തുടച്ചെടുക്കണം. അങ്ങനെയുള്ള പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗേസ് ഫോണ് മിന്നുവിൻ്റെ കയ്യിലാട്ടോ പഠിക്കാനായിട്ട് ഓളെടുത്താണ്. അതിൻ്റെ അടിയിൽ നിന്ന് വാങ്ങിച്ച് കൊടുന്ന് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ അത്രേ ഒക്കെ നമുക്ക് വൈകുന്നേരത്തെ വീഡിയോസ് കിട്ടുള്ളൂ കേട്ടോ. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് വീഡിയോ കിട്ടൂല. കാരണം അതാണ് കേട്ടോ, ഓൾക്ക് വേണ്ടി വരും ഫോണ്. അപ്പോൾ ഓക്കെ, ഞാനിത് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ മേലേക്ക് വന്നിക്കണ എന്താണെന്ന് വെച്ചാൽ അലക്കി വെച്ച് കുറച്ച് ഡ്രസ്സുകളുണ്ട് കേട്ടോ. അത് നമ്മൾ തോരിടാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അയൽ വിരിക്കാൻ പോകുന്നതാണ്. അങ്ങനെ ഫുൾ സെറ്റ്. ഈ സമയത്തൊന്നും ഇവിടെ കയറി പോരലില്ല കേട്ടോ. അപ്പോൾ കട സെറ്റാക്കിട്ടോ. അങ്ങനെ അയല വിരിക്കാനുള്ളതൊക്കെ വിരിച്ച് നമ്മൾ സെറ്റാക്കിട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ പല ഷാൾ ഇടണം. എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഷാള് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കിട്ടിയതെടുത്തിടും. അങ്ങനെ നമ്മൾ ഷാള് മാറി വരുന്നതാട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അയലയിലൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട്. അപ്പം ഇനി നമുക്ക് ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് അവിടുന്ന് കൊടുന്ന് വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് എന്താക്കാം കിടന്നുറങ്ങാനുള്ള ടൈമായിട്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.